ജിൻഡോയ് നമ്മളെപ്പോഴും പറയുന്ന ഒരു സാധാരണപ്പെട്ട ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്ന് നമ്മളെപ്പോഴും പറയും. അതിനൊരു ഉദാഹരണം കൂടെ ഇത് പറയാം. ഈ ഓട്ട ജീവനക്കാരൻ്റെ വേഷമാണ് ജിൻഡോയ്ക്ക് ഇവിടെ. പക്ഷെ ഫാബുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓട്ട ജീവനക്കാരൻ എന്നുള്ള രീതിയെല്ലാം മാറി തുറന്നെല്ലാം പറയാൻ ഒരാളായിട്ടാണ് ജിൻഡോ ഫാബുവിനെ കണ്ടത്. ഫാബു അതുപോലെ തന്നെ ജിൻഡോയുമായിട്ട് അധികം സംസാരിക്കുന്നുണ്ട്. ജിൻഡോ ഇഷ്ടമാണ് ഫാബുവിന് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. ജിൻഡോയായിട്ട് ഫാബു സംസാരിക്കുന്നുണ്ട്. ഫാബു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം? ഞാൻ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ച വ്യക്തിയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ചീത്ത വർത്തമാനങ്ങൾ ഒത്തിരി കുറഞ്ഞു. ആദ്യമൊക്കെ നന്നായി ഞാൻ ചീത്ത പറയുമായിരുന്നു. ഇപ്പം അത് ഒത്തിരി കുറഞ്ഞ് ഇപ്പം ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഞാൻ ഒരു 20 സിഗരറ്റെങ്കിലും ഒരു ദിവസം വലിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 10 കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ നേട്ടങ്ങളല്ലേ എന്ന് ഫാബു ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ നേട്ടങ്ങളാണ്. അതുപോലെ ആദ്യത്തെ 1 മാസമൊന്നും എന്നെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഫാബു. ജിൻഡോ പറയുമ്പോഴത്തേന് ഫാബു ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഫാബു പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ പുറത്തെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനാണ് ഫാബു ഉദ്ദേശിച്ചത്. അത് ജിൻഡോ എന്തുമാത്രം മനസ്സിലാക്കും എന്നുള്ളത് ജിൻഡോ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് പറഞ്ഞ് വെച്ച് അതിനെപ്പറ്റി ഇങ്ങനെ ഒന്ന് അവലോകനമൊക്കെ നടത്തി ഏതായാലും ജിൻഡോ അത് കണ്ടുപിടിക്കും എന്ന് തന്നെ ഉറപ്പാണ്. പിന്നെ ഫാബു പറയുന്നുണ്ട്, ഇവിടുത്തെ മത്സരാർത്ഥികളെല്ലാം നിങ്ങളെ ഇഷ്ടമല്ലെന്ന് ധരിക്കേണ്ട, നിങ്ങളെ ഇഷ്ടമാണ്. അതെ സാർ, എന്നെ ഇഷ്ടമാണ്. കാരണം ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ 11 പേര് എനിക്ക് വോട്ട് ചെയ്തു. ഈ സീസണിൽ ആദ്യമായിട്ടാണ് എനിക്ക് 11 പേര് വോട്ട് ചെയ്യുന്നത്. 16 പേര് 11 പേര് വോട്ട് ചെയ്തപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് ഫാബുവിനോട് ജിൻഡോ പറയുന്നുണ്ട്. അപ്പം കറക്റ്റ് ഫാബു ചോദിക്കുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ, നിങ്ങളെ അത്രയും പേര് ഇഷ്ടപ്പെടുന്നു. അത് ഇഷ്ടപ്പെടുന്നുണ്ട് സാർ. ആദ്യമൊക്കെ ആർക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എന്നെ എല്ലാവർക്കും അല്പസ്വല്പമൊക്കെ ഇഷ്ടമാണ്. എല്ലാവരുടെയും മനസ്സ് സ്നേഹമുണ്ട് സാർ എന്നൊക്കെ പറയുന്ന ജിൻഡോയെ നമുക്ക് കാണാം. ജിൻഡോ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ജിൻഡോ എന്നൊരു വ്യക്തിയിലേക്ക് ഒതുങ്ങി ഹോട്ടൽ ജീവനക്കാരും ടാസ്കും ഒക്കെ മറന്നാണ് ഫാബുവിനോട് സംസാരിക്കുന്നത്. തനിക്ക് സംസാരിക്കാൻ പറ്റിയൊരു കക്ഷിയായിട്ട് ഫാബുവിനെ ജിൻഡോ കാണുന്നുണ്ട്. പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യവും കാണും. പിന്നെ കോയിൻ മേടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജിൻഡോ അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു, ജിൻഡോ നിങ്ങൾ ജിൻഡോ അല്ല, നിങ്ങളൊരു ഹോട്ടൽ ജീവനക്കാരനാണ് എന്ന് പറഞ്ഞ് ജിൻഡോ അവിടുന്ന് മാറ്റുന്നതും കണ്ടു. അങ്ങനെയാണ് ടാസ്ക് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ജിൻഡോയ്ക്ക് ഫാബു പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ നേട്ടങ്ങൾ കൊയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ പുറത്തെ കാര്യങ്ങൾ ഏകദേശമൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഫാബു ശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഫാബു പറഞ്ഞു.